കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് ടി വിയിലൂടെ കർത്താവിൻ്റെ വചനം പറയുവാൻ ഗ്രേസ് ടി വിയിലെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ഭൃത്യന് റെന്നി ഇടപ്പറമ്പിൽ എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിനെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഇപ്പോഴും പിന്നീടും പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള സ്നേഹബന്ധനം എല്ലാവർക്കും ഈ ധരണിയിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വചനം പറഞ്ഞ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് അത് ശ്രവിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 48-ാമത്തെ തിരുവചനത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാണ്: അവൻ അവളോട് സമാധാനത്തോടെ പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ ആരാലും ഒരു വൈദ്യനാലും സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം താൻ രോഗത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന പല നിലവാരത്തിൽ പല വൈദ്യന്മാരുടെ അടുക്ക് കടന്നുപോയി ഉള്ള സാമ്പത്തികങ്ങളൊക്കെ ചെലവഴിച്ചിട്ട് പോലും സൗഖ്യം പ്രാപിക്കാതെ വന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 25, 26, 27 വചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 12 സംവത്സരമായ രക്തസ്രാവക്കാരി സ്ത്രീ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു. ഒന്ന്, ഈ സ്ത്രീയെ സംബന്ധിച്ച് ഈ സ്ത്രീ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടു. സ്തോത്രം. 2, യേശുവിനെ കാണുവാൻ ഈ സ്ത്രീ ആഗ്രഹിച്ചു. സ്തോത്രം. 3, യേശുവിൻ്റെ അടുക്കൽ ഈ സ്ത്രീ വരുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ പലരും പറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ മതി, തൊട്ടാൽ സൗഖ്യമാകുന്നു. യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെന്ന് പല ദൈവഭൃത്യന്മാരും ദൈവദാസന്മാരും ദൈവമക്കളും പറയാറുണ്ട്. നമ്മളത് കേൾക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്. ഇവിടെ തൊങ്ങലെ വസ്ത്രത്തെ തൊട്ടാൽ മതി എന്ന് യേശുവിനെക്കുറിച്ചുള്ള വർത്തമാനം കിട്ടും. തൊങ്ങൽ എന്താണെന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 തൊട്ട് 38 തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. അതേ തൊങ്ങൽ നമ്മുടെ വസ്ത്രത്തിന് ഒരു തൊങ്ങലിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഈ തൊങ്ങൽ മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 44-ാമത്തെ വചനം ആ തൊങ്ങലെ തൊട്ടു എന്നാണ്. ആ സ്ത്രീ ആ തൊങ്ങലെ തൊട്ടു എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സ്തോത്രം ഒരു ഭാഗത്തെയാണ് അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവഹിതമല്ലാത്ത നമ്മുടെ ജീവിതത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ച് തീരുമാനമെടുക്കുന്നെങ്കിൽ സ്തോത്രം, നീ ആ തൊങ്ങലെ തൊടുമ്പോൾ ആ തീരുമാനത്തിൻ്റെ സ്തോത്രം വ്യവസ്ഥ അത് തൊട്ട് കഴിയുമ്പോൾ നിന്നെ യേശു സൗഖ്യമാക്കുവാനിടയാക്കി തീർക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ പലവിധമായ രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തീരുമാനമെടുക്കണം. യേശുക്രിസ്തുവിന് ഹിതമല്ലാത്തതെല്ലാം ഏറ്റുപറയാൻ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കണം. ഈ സ്ത്രീ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു തീരുമാനമെടുത്തു. തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു. തൻ്റെ കഴിഞ്ഞകാല സ്തോത്രം പ്രവർത്തനങ്ങളും സംസാര രീതികളും ജീവിതശൈലികളും താൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ ഇടയായിത്തീർന്നു. ഒരു തീരുമാനമെടുത്തു. ഇനിയും യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ ജീവിക്കുവാൻ തീരുമാനമെടുത്ത് ആ സ്ത്രീ
അനേകർ തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിലൂടെ കടന്നു വന്ന് അതിൻ്റെ ഇടയിലൂടെ വന്ന് യേശു ക്രിസ്തുവിനെ തൊട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും താങ്കളുടെ രോഗത്തിന് വർഷങ്ങൾ പഴക്കമുണ്ടായിരിക്കാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 38 വർഷമായിട്ട് കുളക്കരയിൽ കിടന്ന ബെത്സയിദ കുളക്കരയിൽ കിടന്ന, അങ്ങനെയാ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം പറയുന്നത്. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടന്ന രോഗിയെ യേശു സൗഖ്യമാക്കുവാനിടയാക്കി തീർത്തു. മറ്റൊരിടത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം അതേ 13-ാം അധ്യായം 10-ാമത്തെ വചനം തൊട്ട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ 18 സംവത്സരമായി കൂനിയായി കിടന്ന ഒരു രോഗിയെ യേശു ആ രോഗബന്ധനം അഴിച്ച് സൗഖ്യമാക്കുവാനിടയാക്കി തീർത്തു. അപ്പോൾ രോഗത്തിൻ്റെ വർഷങ്ങൾ എത്ര വർഷമായി എന്നുള്ളതല്ല വിഷയം. എത്ര വർഷമായിരുന്നാലും നമ്മൾ കർത്താവിനെ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിപ്പാൻ തീരുമാനമെടുത്ത് നമ്മളൊരു ഉറപ്പുള്ള മനസ്സോടെ നമ്മൾ മുന്നോട്ട് വരുന്നെങ്കിൽ നിശ്ചയമായി കിടക്കുന്ന കിടക്കയിൽ നിന്ന് താങ്കളെ എഴുന്നേൽപ്പിക്കാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അനേക വ്യക്തി ജീവിതങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട്. നടക്കാത്ത വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അനേക ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. മാനസിക രോഗി സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇതെല്ലാം യേശു ക്രിസ്തുവിനെ സ്തോത്രം ആ കുടുംബങ്ങൾ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വിടുതൽ പ്രാപിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4 പേര് കൂടി ഒരു കട്ടിലേൽ ഒരു തളർവാദ രോഗിയെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് താനിരുന്ന ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ആ തളർവാദ രോഗിയോട് പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത്, സ്തോത്രം, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. 1, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണം. 2, നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മനസ്സ് വെക്കണം. നമ്മുടെ വേദന രോഗമെന്ന് പറയുന്നത് സ്തോത്രം, അത് ശരീരത്തിൽ എവിടെ ഏത് രോഗമുണ്ടെങ്കിലും അത് വളരെ പ്രയാസപ്പെടുന്നതാണ്, വേദനാജനകമാണ്. നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്ന അനുഭവമാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ ശ്രവിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന് തൻ്റെ ഹൃദയം വിട്ടുകൊടുക്കുക. നമ്മുടെ പണ്ടത്തെ സ്വഭാവ രീതികളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും നമ്മൾ മറ്റുള്ളവരെ ഇല്ലായ്മപ്പെടുത്തിയും സ്വസ്ഥതയും സാവധാനമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് നമ്മൾ യേശു ക്രിസ്തുമായിട്ടൊരു നിരപ്പ് പ്രാപിക്കുക. ജനങ്ങളുമായിട്ട് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ, മനുഷ്യരും തമ്മിൽ നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ നാം എന്തു ചെയ്യണം? അവരുമായിട്ട് നിരപ്പ് പ്രാപിക്കാനിടയായി തീരണം. ക്ഷമ പറയാനുള്ളവരുടെ ക്ഷമ പറയണം. ഏറ്റുപറഞ്ഞുപേക്ഷിക്കേണ്ട മേഖലകളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തതാണ്. ആദാമ്യ പാപം മനുഷ്യവർഗം മുഴുവനും പാപികളായി തീർന്നു. 1 പത്രോസ് 2:24 പറയാ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറയുക, നാം പാപം സംബന്ധിച്ച് നമ്മൾ മരിക്കണം. പാപത്തെയും പാപ സ്വഭാവത്തെയും ഞാനും നിങ്ങളും ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. സ്തോത്രം. നമുക്കൊരു പുതിയ ജീവിതമുണ്ട്. അത് യേശു ക്രിസ്തുവിലൂടെ തന്നെയാണ്. സ്തോത്രം.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. പറയട്ടെ, യേശു അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ കർത്താവ്. കരൾ സംബന്ധമായ രോഗത്തിൻ്റെ ബന്ധനത്തിലാണോ താങ്കൾ? ഒരു കാര്യം പറയട്ടെ, താങ്കളുടെ മദ്യപാനവും പുകവലിയും താങ്കളുടെ ദുശ്ശീലങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ താങ്കൾ തയ്യാറായാൽ നിശ്ചയമായിട്ടും യേശു താങ്കളെ സൗഖ്യമാക്കി പൂർണ്ണ വിടുതൽ നൽകി ഒരു നല്ല പൈതലാക്കി മാറ്റുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം തീരുമാനമെടുക്കണം, നമ്മുടെ സ്വഭാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ നമ്മൾ തയ്യാറാകണം. പല ആൾക്കാരും പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് പോകരുത്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുക്രിസ്തുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ താൻ ഉപേക്ഷിക്കേണ്ട മേഖലകൾ ഉപേക്ഷിച്ച് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി പാപത്തെയും ശാപത്തെയും രോഗത്തെയും ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ നടന്ന് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് 50-ാം ദിവസം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം വാങ്ങി നൽകി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും സമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. സ്തോത്രം. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ദൈവവചനം സ്തോത്രം ഉറപ്പിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇന്നും ലോകമെമ്പാടും നടക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളുടെ വിശ്വാസത്തിന് താങ്കളെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്നുള്ളത് വ്യക്തമായി ദൈവവചനത്തിലൂടെ പറഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരൊറ്റ കാര്യം, ഒന്ന്, നമ്മൾ വിശ്വസിക്കണം. എൻ്റെ പാപത്തെ കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. 2, നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ക്രിസ്തുയേശുവിലുള്ള സ്വഭാവം ലഭിക്കുവാൻ, കർത്താവിൻ്റെ രക്തത്താൽ കഴുകുവാൻ നമ്മളെ സ്തോത്രം. തിരുവചനത്തിൽ പറയുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാം നിർജീവമായി ജീവനില്ലാത്ത പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവനിൽ കിടക്കുന്നതിനെ മാറ്റിയെടുക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കുറ്റമില്ലാത്ത രക്തം, നിഷ്കളങ്ക രക്തം, പാപമില്ലാത്ത രക്തം, പുണ്യാഹ രക്തത്തിന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ ഒന്ന് കഴുകണമേ, എൻ്റെ ചിന്താമണ്ഡലങ്ങളെ കഴുകണമേ, എൻ്റെ വിചാരങ്ങളെ വികാരങ്ങളെ കഴുകണമേ. കർത്താവേ, എൻ്റെ ഓരോ അവയവങ്ങളെയും യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഞാൻ ചെയ്തു പോയ, എൻ്റെ ബുദ്ധി കൊണ്ട് ചെയ്തു പോയ, എൻ്റെ ചിന്ത കൊണ്ട് ചെയ്തു പോയ, എൻ്റെ കണ്ണുകൊണ്ട് ചെയ്തു പോയ, സുദ്ര എൻ്റെ നാവ് കൊണ്ട് ചെയ്തു പോയ, എൻ്റെ ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങളും കൊണ്ട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും എന്നോട് കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമ്മൾ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവല്ല, ഞങ്ങളിത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് അത് ഏൽപ്പിച്ചു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം പറയാം, ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് ഉറപ്പിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ അത് സ്തോത്രം നിശ്ചയമായും അനേക കാര്യങ്ങൾ ഞാൻ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തീരുമാനത്തിലേക്ക് വരണം, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകണം.
താങ്കൾ പാപത്തിൽ മരിച്ചാൽ നിത്യ നരകത്തിന് യോഗ്യനായിട്ട് തീരും. താങ്കളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് നിങ്ങൾ മരിക്കുന്നെങ്കിൽ, ദൈവകൽപ്പന അനുസരിച്ച് മരിക്കുന്നെങ്കിൽ, നിങ്ങൾ നിത്യ രാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശിയായിത്തീരും. അല്ല എങ്കിൽ നിങ്ങൾ നിത്യ നരകത്തിന് യോഗ്യനായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തീരുമാനം നമ്മളൊന്ന് എടുക്കുക. നമ്മുടെ സ്വഭാവങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. സ്തോത്രം. നമ്മുടെ രീതികളെ നമ്മൾ കർത്താവിനോട് ഏറ്റുപറ. നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം യെശയ്യാവിൻ്റെ പുസ്തകം 1:18 പറയാം, നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണേലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഉലകത്തിലെങ്ങും കേൾക്കാത്ത സ്തോത്രം. സത്യവേദ പുസ്തകത്തിൽ, ബൈബിളിൽ മാത്രം യേശു ക്രിസ്തുവിൻ്റെ ഈ വചനം മറ്റ് എങ്ങും ആർക്കും പറയാൻ കഴിയത്തില്ല. കഴിയുന്നവൻ സൃഷ്ടാവായ ദൈവത്തിന് മാത്രം, യേശു ക്രിസ്തുവിന് മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു പറഞ്ഞത്, സ്തോത്രം, നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണേലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. സ്തോത്രം. ഒരു മഞ്ഞ പോലെ ഹിമം പോലെ എന്തു ചെയ്യും? വെളുപ്പിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിലെ സുഖങ്ങളും കാര്യങ്ങളും, ഈ നശ്വര ശരീരം ആത്മാവിന് ദുർവഹം, ഈ കളിമൺ കൂടാരത്തിൽ ചിന്താശീലമുള്ള മനുഷ്യനെ ഞെരുക്കിക്കളയാണ്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പ്രിയപ്പെട്ടവരെ, അതെല്ലാം മനുഷ്യനെ അനുദിനം നാശത്തിലേക്കും നരകത്തിലേക്കും ഓരോ ദിവസവും മനുഷ്യനെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ യേശു ക്രിസ്തു പറയാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നേർച്ചകളും കാഴ്ചകളും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തില്ലേ? നമ്മൾ പല കാര്യങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ ചെയ്തില്ലേ? എന്നിട്ടെന്ത് നമുക്ക് സൗഖ്യമില്ലേ? ഇന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുமான യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്താവെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, രോഗത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ഓരോ രോഗികളെയും എൻ്റെ കർത്താവ് സൗഖ്യമാക്കണമേ. നിൻ്റെ രക്തം കൊണ്ട് പ്രിയപ്പെട്ടവരെ കഴുകി ശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കർത്താവെ പ്രിയപ്പെട്ടവരുടെ ദേഹം ദേഹി ആത്മാവിൽ പ്രവർത്തിക്കണമേ. മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാർ കടന്നുപോയിടത്തെല്ലാം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവാത്മാവിൻ്റെ പ്രവൃത്തി കർത്താവേ സ്തോത്രം, ഇന്ന് ഈ സന്ദേശത്തിലൂടെ കർത്താവെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ ആത്മാവിൽ കർത്താവെ ശരീരത്തിലും ആത്മാവിലും ജീവനിലും പ്രവർത്തിച്ച് അവരുടെ രോഗബന്ധനങ്ങളെ അഴിച്ച് കർത്താവെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി എൻ്റെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.